ദുബായിൽ അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഷെയറിംഗ് അക്കോമഡേഷനും സബ് ലീസിംഗ് അടക്കമുള്ള സൗകര്യങ്ങളും അനുവദനീയമാക്കുന്നതിൻ്റെ അതുമായി ബന്ധപ്പെട്ട പുതിയ നിയമം, കർശനമായിട്ടുള്ള നിയമം ഇന്ന് ഓഗസ്റ്റ് 26 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. എന്നാൽ നിലവിലുള്ള ഇത്തരം സംവിധാനങ്ങൾക്ക് അതെല്ലാം അവസാനിപ്പിക്കാനും പുതിയ നിയമം പിൻപറ്റാനും വേണ്ടി ഒരു വർഷത്തെ ഒരു ഗ്രേസ് പീരീഡ് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, ഈ നിയമം കർശനമായി പ്രാബല്യത്തിൽ വരുമ്പോൾ നിയമപരമായിട്ടല്ല താമസിക്കുന്നതെങ്കിൽ പെർമിറ്റ് ഇല്ലാതെയാണ് ഈ ഷെയറിംഗ് അക്കോമഡേഷനും അതല്ലെങ്കിൽ സബ് ലീസിങ്ങും ഒക്കെ പെർമിഷൻ ഇല്ലാതെയാണ് താമസിക്കുന്നതെങ്കിൽ 500 ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെയും, കഠിനമായ ശിക്ഷയാണെങ്കിൽ, പലപ്പോഴും പറഞ്ഞിട്ട് കേൾക്കാത്തതാണെങ്കിൽ 1 മില്യൺ ദിർഹം വരെയും പിഴ ഈടാക്കാനുള്ള കാര്യം നേരത്തെ പറഞ്ഞത് എല്ലാവരും ഒന്ന് ഓർമ്മിച്ചിരിക്കണം. അത് ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുമ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ള കാര്യവുമാണ്. അതേസമയം അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിലാണെങ്കിൽ നിയമത്തിനനുസരിച്ച് കൊണ്ട് തന്നെ ഇത്തരം പെർമിഷൻ കിട്ടുന്നതിന് എന്തൊക്കെയാണ് അതിൻ്റെ നിയമങ്ങൾ, എന്തൊക്കെയാണ് വ്യവസ്ഥകൾ, ഇതൊക്കെ പഠിച്ചിട്ട് എല്ലാവർക്കും ഇത് കിട്ടും. ലാൻഡ് ഓണറിൽ നിന്ന് അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ ഉടമയിൽ നിന്ന് ഏജൻസികൾക്കോ കമ്പനികൾക്കോ വ്യക്തികൾക്കോ നേരിട്ട് പെർമിറ്റ് കൊടുക്കാൻ പറ്റും. പെർമിറ്റ് ഇല്ലാതെ താമസിക്കരുത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിൻ്റെ ചുരുക്കം. വളരെ വിഷമത്തോടെ ഒരു കാര്യം ഒന്ന് അറിയിക്കാനുള്ളത്, ഉച്ചയ്ക്ക് തിരുവോണത്തിൻ്റെ സദ്യ കഴിക്കുന്നതിന് തൊട്ടു മുമ്പ് നമ്മളൊരു ലൈവ് കൊടുത്തപ്പോൾ ദുബായ് വാർത്തയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു, റെയിൻബോ ജോൺസൺ സാർ അദ്ദേഹമാണത് കൊടുത്തയച്ചത്. അദ്ദേഹം ഇപ്പോൾ നാട്ടിലാണ്. ഇവിടെ ഇല്ലാതിരുന്നിട്ട് കൂടി എല്ലാ വർഷവും ഞങ്ങൾക്കിങ്ങനെ ഓണത്തിന് വിഷുവിനൊക്കെ സദ്യ കൊടുത്തേക്കുന്ന ശീലമുണ്ട്. ഇന്നും കൊടുത്തയച്ചു. ആളിവിടെ ഇല്ലെങ്കിലും സഹോദരൻ മിസ്റ്റർ റോയ് വഴി കൊടുത്തയച്ചു എന്ന് പറഞ്ഞു. ഞങ്ങളത് കഴിക്കാൻ പോവുകയാണെന്നും പറഞ്ഞു. ഏതായാലും കഴിച്ചു കഴിഞ്ഞു. വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളെ തേടി എത്തിയിരിക്കുന്ന വളരെ ദുഃഖകരമായൊരു വാർത്ത, അദ്ദേഹം ഈ ലോകത്തുനിന്ന് വിടവാങ്ങിയതാണ്. റെയിൻബോ ജോൺസൺ സാർ ഞങ്ങളെപ്പോഴും വളരെ ബഹുമാനത്തോടു കൂടി കണ്ടിരുന്ന 40-ലധികം വർഷമായി ഭക്ഷണ വിതരണ രംഗത്ത് UAE വലിയ മഹാത്ഭുതം സൃഷ്ടിച്ച പ്രതിഭയായിരുന്നു അദ്ദേഹം. റെയിൻബോ ജോൺസൺ എന്നും ജോൺസൺ മാഞ്ഞൂരാൻ എന്നും അറിയപ്പെട്ടിരുന്ന അദ്ദേഹം 74-ാം വയസ്സിലാണ് ഇന്ന് എറണാകുളത്ത് വെച്ച് വിട പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന് പല ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു. എങ്കിലും ഇങ്ങനെ ഈ സമയത്തൊരു വേർപാട് കുടുംബമോ കൂട്ടുകാരോ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഞങ്ങളോട് സംസാരിക്കുമ്പോഴും ആരോഗ്യവാനായിരുന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, വേണ്ടപ്പെട്ടവർക്ക്, അദ്ദേഹത്തിൻ്റെ ആഹാരം കഴിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾക്ക്, 45 വർഷമായി UAE കഴിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഈ വാർത്ത അറിയുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ട്. ഏതായാലും ആ കുടുംബത്തോട് അനുശോചനം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ഹോർമൂസ് കടലിടുക്ക് വഴി എപ്പോഴെങ്കിലും എണ്ണ കൊണ്ടുപോകാൻ പറ്റാതെ വരുന്നൊരു സന്ദർഭം ഇനിയുണ്ടായാൽ എങ്ങനെ അതിനെ മറികടക്കുമെന്ന കാര്യത്തിൽ ജപ്പാൻ പുതിയൊരു ആലോചനയിലാണ്. ഗൾഫ് രാഷ്ട്രങ്ങളെ സഹായിക്കാൻ വേണ്ടി, മൊത്തം മിഡിൽ ഈസ്റ്റിനെ സഹായിക്കാൻ വേണ്ടി പുതിയ ചില പാതകളും പ്രൊജക്റ്റുകളും പൈപ്പ് ലൈനുകളും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തെക്കുറിച്ച് ജപ്പാൻ ആലോചിക്കുന്നു എന്നാണ് ജപ്പാനുമായി ബന്ധപ്പെട്ട റേഡിയോ, പത്രമാധ്യമങ്ങളൊക്കെ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കാം ജപ്പാൻകാരുടെ പുതിയ വിദ്യ എന്നത് ലോകം കാത്തിരിക്കുന്നു. ഇറാൻ്റെ ഇപ്പോഴത്തെ പരമോന്നത മേധാവി മുജ്തബ അലി ഖാമിനി ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലാണ്. പരിക്ക് വളരെ കാര്യഗൗരവത്തിലുള്ളതാണ് എന്നാണ് ട്രംപ് പറയുന്നത്. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസമെന്നും ഒരു റേഡിയോ ടോക്കിൽ ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്ക ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സാമ്പത്തിക ഉപരോധം, ഈ സാമ്പത്തിക സമ്മർദ്ദം കൊണ്ട് അമേരിക്ക ഒന്നും നേടാൻ പോകുന്നില്ല എന്നാണ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഒരു പുതിയ താൽക്കാലിക പാത കപ്പലുകൾക്ക് കടന്നു പോകാൻ വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നു, അതിൻ്റെ ധാരണയിൽ എത്താൻ പോകുന്നു എന്ന് ഇറാനും ഒമാനും തമ്മിൽ സംസാരിച്ചപ്പോൾ ഒരു അന്തിമഘട്ടത്തിൽ ആ ധാരണയിൽ എത്തിയെന്നും എത്താൻ പോകുന്നു എന്നൊക്കെ ഇന്നലെ വാർത്ത വരുന്ന കൂട്ടത്തിൽ ഇന്ന് ഇറാൻ പറയുന്നത് അങ്ങനെ ഒരു ധാരണയിൽ എത്തിയിട്ടില്ല എന്നാണ്. ഇന്ന് ഉച്ചയ്ക്കും പറഞ്ഞു കേട്ടു ധാരണയിൽ എത്തിയെന്ന്. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ ഇറാൻ പറയുന്നു ഒരു ധാരണയിലും എത്തിയിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ യുദ്ധം തുടങ്ങിയത് ഫെബ്രുവരി 28-നാണല്ലോ. 6 മാസം തികയുന്ന ഓഗസ്റ്റ് 28-ന് ഈ പുതിയ പാത പ്രഖ്യാപിക്കാമെന്ന് കരുതിയിട്ടാണ് അന്തിമഘട്ടത്തിൽ എത്തിയെന്നൊക്കെ പറഞ്ഞത്.
പക്ഷേ ഇപ്പോൾ 26-ാം തീയതി ആകുമ്പോൾ അങ്ങനെ ഒരു പാത വന്നിട്ടില്ല. തുറക്കുന്ന കാര്യം കുഴപ്പമാണ്, എങ്കിലും ചർച്ച തുടരുന്നു എന്ന് ഇറാൻ അറിയിച്ചിരിക്കുകയാണ്. ഇന്നും UAE-യിൽ പലയിടങ്ങളിലും കാറ്റും കോളും മഴയും അനുഭവപ്പെട്ടു. വരും ദിവസങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് സ്റ്റോം സെൻറ്റർ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഓഗസ്റ്റ് 26 തിരുവോണ ദിനത്തിന് ഈ UAE-യിൽ കണ്ട വലിയൊരു കാര്യം, ശ്രദ്ധയായി മാറിയത്, പല രാജ്യക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പല വർഷങ്ങളിലും പറഞ്ഞൊരു കാര്യം ഇന്നും സംഭവിച്ചത് പറയുകയാണ്. മലയാളികളുടെ ഒത്തൊരുമയും ഒരു ദേശീയ ആഘോഷത്തെ എങ്ങനെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ചിന്തയും അതൊക്കെ ഇന്ന് പ്രകടമായൊരു ദിവസമാണ്. 150-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ UAE-യിൽ കഴിയുകയാണ്. അവരൊക്കെ ഇന്ന് മലയാളികൾ രാവിലെ പ്രത്യേകതരം ആ ഓണം ഡ്രസ്സ്, തനിമയുള്ള ഡ്രസ്സ്, അതുപോലെ വനിതകൾ സെറ്റും സാരിയുമാവട്ടെ അല്ലെങ്കിൽ ഓണം കസവാവട്ടെ അതൊക്കെ ഉടുത്തുകൊണ്ട് റെസ്റ്റോറൻറ്റുകൾക്ക് മുന്നിൽ വരുന്നതും, ചില റെസ്റ്റോറൻറ്റുകളിലൊക്കെ രാവിലെ 10:30 മുതൽ സദ്യ ആരംഭിച്ചു. കാരണം അത്രയ്ക്ക് ബുക്കിംഗ് ഉണ്ടായിരുന്നു, സ്ലോട്ട് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇങ്ങനൊരു ഒത്തൊരുമയോട് കൂടി ഇന്ന് ഈ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന 10, 28, 30 കറികളൊന്നും പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരും റെസ്റ്റോറൻറ്റുകളെ ആശ്രയിക്കുകയായിരുന്നു. റെസ്റ്റോറൻറ്റുകളുടെ ഭാഗത്ത് ഞങ്ങൾ കിട്ടിയ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ല കച്ചവടം കിട്ടിയെന്ന് മാത്രമല്ല, വെള്ളി, ശനി, ഞായറൊക്കെ കൂടുതൽ ബുക്കിംഗ് കിട്ടുമെന്നുള്ള ആ ഒരു ഉറപ്പും കിട്ടി. അങ്ങനെ സന്തോഷത്തിലാണ് എല്ലാവരും. വിചാരിച്ചതിനപ്പുറമുള്ള ഒരു കച്ചവടം സദ്യയുടെ കാര്യത്തിലുണ്ടായി. പ്രത്യേകിച്ച് പായസം വിളമ്പിയ പല കടകൾക്കും നല്ല രീതിയിൽ പായസം വീണ്ടും ഓഫീസുകളിലേക്കും മറ്റും വാങ്ങിക്കൊണ്ടുപോയി മറ്റുള്ള രാജ്യക്കാർ കൊടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചിരുന്നു. അത്തരത്തിലുള്ള വിൽപ്പനയും കിട്ടി എന്ന അർത്ഥത്തിലും ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി എവിടെയാണെങ്കിലും കാണിക്കാൻ വേണ്ടി നമ്മൾ മലയാളികൾ ഒത്തൊരുമയോടുകൂടി ഇങ്ങനെയൊരു മഹോത്സവം നമുക്കുണ്ട് എന്നത് കാണിക്കാൻ വേണ്ടി എല്ലാവരും രംഗത്ത് വന്നു എന്നുള്ളത് മറ്റ് രാജ്യക്കാരെല്ലാം അത്ഭുതത്തോടു കൂടി നോക്കുന്നൊരു കാര്യമായി മാറിയിട്ടുണ്ട്. വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ദുബായിലെ പാർക്കിംഗ് സ്ലോട്ടുകൾക്കും അത്തരത്തിൽ ഫ്രീ ആയിരിക്കും എന്ന കാര്യം ഓർമ്മയിൽ വേണം. അത് ഏതൊക്കെ സ്ഥലങ്ങളിൽ ബാധകമല്ല എന്നൊക്കെ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ബോർഡിലും നോക്കണം. മൾട്ടി സ്റ്റോറി പാർക്കിങ്ങിൽ പലപ്പോഴും ഫ്രീ ആയിട്ട് കിട്ടില്ല എന്നുള്ള കാര്യം അറിയാമല്ലോ. ഒരിക്കൽ കൂടി ഓണാശംസകളോടെ ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി. Night Updates supported by Gold Star Rent-A-Car, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Al Nasood Cargo, Fira Foods, Explore Education, Impulse Warehouse, Dr. Asina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Hashim Hypermarket.